സുരക്ഷാ സഹായത്തിൻ്റെ പേരിൽ യുഎഇയിലെത്തിയ ഇസ്രായേൽ സൈന്യത്തെ സുരക്ഷാ ഭീതി കാരണം ഒഴിവാക്കാൻ ആലോചിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വ്യാപകമായിരിക്കുന്ന പ്രതിഷേധമാണ് ജൂത സൈന്യം യുഎഇയിലെത്തിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോക രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നല്ലാതെ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെ വിളിച്ചു വരുത്തി അവിടെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചതും അതിനുവേണ്ടി കാവൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ ഏറ്റവും രൂക്ഷമായ രീതിയിലാണ് അറേബ്യൻ രാജ്യങ്ങളും മറ്റ് മുസ്ലിം രാജ്യങ്ങളും വിമർശിച്ചത്. നിലവിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തോട് അനുഭാവം പ്രകടിപ്പിച്ചു കൊണ്ട് പാലസ്തീന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കേണ്ട രാജ്യം തന്നെ ക്ഷണിച്ചു വരുത്തി എന്ന് പറയുന്നത് അംഗീകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ എംബസി കോൺസുലേറ്റ് അടക്കം അറേബ്യൻ രാജ്യങ്ങൾ അപ്പാടെ അടക്കപ്പെട്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ അവരുടെ ഈ അമേരിക്കൻ പൗരന്മാർക്ക് തന്നെ സുരക്ഷാ ഭീതിയും പ്രശ്നങ്ങളും ഉള്ള കാരണത്താൽ തുറന്ന സ്ഥലങ്ങളിലോ VVIP പോലെയുള്ള ഏരിയകളിലോ താമസിക്കുന്നില്ല. രാജ്യത്തിലെ പൗരന്മാരോടൊപ്പമാണ് താമസിക്കുക എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലും പുറത്തു വന്നത്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ സുരക്ഷയുടെ പേരിൽ ഇസ്രായേൽ സൈന്യം യുഎഇയിലെത്തുന്നു, അയൺ ഡോം സ്ഥാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ച സൈനികരെ യുഎഇയിൽ കണ്ടതായിരിക്കുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവർക്കെതിരെ ഒരു ഭീതിപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് എന്നതിനാൽ ഇസ്രായേൽ സൈന്യത്തെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. കാര്യമെന്ന് പറയുന്നത് ഇറാനുമായിട്ടുള്ള വൈരം അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മറ്റ് തലത്തിലൂടെയാണ് അതിനെ പരിഹരിക്കേണ്ടത്. നയതന്ത്ര ബന്ധത്തിലൂടെ അല്ലാതെയോ സംസാരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും UAEയെ അകാരണമായിട്ട് ആക്രമിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അങ്ങനെ ആക്രമിക്കപ്പെട്ട് ഇസ്രായേൽ തന്നെയാണ് ഖത്തറിനെ യാതൊരു പ്രകോപനവുമില്ലാതെ യാതൊരു വിഷയവുമില്ലാത്ത രീതിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. അതാണ് ഏറ്റവും മാരകമായിരിക്കുന്ന തെറ്റ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മുറിവേൽക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് സമാനമായിരിക്കുന്ന ബേസിന് നേരെ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇനിയും ഉണ്ടാവാം. അതിന് ആ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനത്തെ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തുകയോ ചെയ്താൽ അവസാനിക്കാവുന്നതേ ഈ വിഷയങ്ങളുള്ളൂ. അതിന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങോട്ട് കൊണ്ടുവന്നതും ഒപെക് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് UAE രാജിവെച്ചതും ഇറാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് UAEയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോടോ യാതൊരു ശത്രുതയില്ല. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അത് അമേരിക്ക ആക്രമിച്ചാലും ഇസ്രായേൽ ആക്രമിച്ചാലും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിച്ചാലും തീർച്ചയായിട്ടും ഞങ്ങൾ ശത്രുവായിട്ട് കണ്ട് തിരിച്ചടിക്കും. അത് മുൻപേ പറയപ്പെട്ടതാണ്. മേഖലാ യുദ്ധമായിട്ട് ഇത് മാറുമെന്നുള്ളതും അതിനാൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അറേബ്യൻ രാജ്യങ്ങളാണ് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മുൻപ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം മാത്രമേ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചു. ഏതായിരുന്നാലും UAE സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അയൺ ഡോം സ്ഥാപിച്ചു. മാത്രമല്ല ഈ അയൺ ഡോം വലിയ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പോലും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു വിഷയങ്ങളിപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നിലനിൽക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആന്തരികമായി ഉപയോഗിക്കപ്പെട്ട അതേ മെറ്റൽ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി ഇറാൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അയൺ ഡോം സ്ഥാപിച്ചു എന്നതുകൊണ്ട് ഒരു സമാന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. കാര്യം ഈ പറയപ്പെട്ട അയൺ ഡോമിനെ അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ നിരന്തരം എന്ന തരത്തിൽ ആക്രമിച്ച് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ആ ഉണ്ടാക്കി എന്നുള്ളതും കൃത്യമാണ്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയത്. അപ്പോൾ അതേ അയൺ ഡോം തന്നെ ഇവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആ സാങ്കേതിക സംവിധാനങ്ങൾ അപ്പാടെ തന്നെ ഇതിലുണ്ടോ എന്ന കാര്യം പോലും സംശയിക്കേണ്ടതാണ്. കാര്യം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ചതിയാണ് ചെയ്യുക. ആ ചതിയുടെ തുടർചലനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അതിന് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും മാത്രമേ അതുണ്ടാവൂ. പേരുദോഷം വേറെ ഉണ്ടാവും. ഇസ്രായേൽ സൈന്യത്തെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്
എന്ന് വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ അപമാനകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇപ്പോൾ UAE ആലോചിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിന് ഔദ്യോഗികമായിരിക്കുന്ന വിശദീകരണ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. അതായത് ഇസ്രായേൽ സൈന്യത്തെ കൂട്ടത്തോടു കൂടി ഒഴിവാക്കുക. അപ്പോൾ അയൺ ഡോം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ നൽകി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മറ്റു സൈനികർക്ക്, അതായത് UAEയിലുള്ള സൈനികർക്ക് അതേക്കുറിച്ച് കൃത്യമായിരിക്കുന്ന പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശം എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത്ര പന്തിയല്ല, അത്ര ഉചിതമല്ല എന്നുള്ളതാണ്. കാര്യം യുദ്ധമില്ലാത്തൊരു സാഹചര്യമാണ്. ഇനി യുദ്ധമുണ്ടാവണമെങ്കിൽ തന്നെ ഈ അമേരിക്കയുടെ ആക്രമണത്തോടു കൂടി മാത്രമേ യുദ്ധം ഉണ്ടാവൂ. അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയുടെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് ആ കാര്യത്തിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് അമേരിക്ക അതിനോട് യോജിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക അതിന് താല്പര്യം കാണിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കാര്യം വലിയ വിമർശനം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതെന്തിനാണ് ഈ യുദ്ധം ചെയ്തത് എന്നതിന് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. UAEയുടെ ഇപ്പോഴത്തെ നിലപാട് അതൊരു ഏകാധിപത്യ രീതിയിലുള്ള നിലപാടാണ് എന്നുള്ളതാണ് അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായം. കാര്യം ഒപെക്കിൽ നിന്ന് മാറിയതുമായി ബന്ധപ്പെട്ട് UAEക്ക് പിന്തുണ പറഞ്ഞ് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ അയൺ ഡോം അടക്കമുള്ള, അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങൾ ഒരുക്കൂട്ടിയതിന് അവർക്ക് ഈ UAEക്ക് പിന്തുണ നൽകിയിട്ട് മറ്റു രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല. UAEയുമായി പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും വിഷയങ്ങളുമെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രം ഉണ്ടാക്കിയതാണ്. ഇറാൻ ആക്രമിച്ചത് അങ്ങനെയാണ്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട് 70,000-ഓളം ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. വംശഹത്യ ചെയ്ത ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്ന് UN പോലും സമ്മതിച്ച കാര്യമാണ്. അപ്പോൾ അത്രക്ക് ഈ കർക്കശമായിരിക്കുന്ന നിലപാടുകൾ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇസ്രായേലിനോ അമേരിക്കയോ പരസ്യമായ രീതിയിൽ ലോകത്ത് ഒരു രാജ്യം പിന്തുണ നൽകുന്നില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും എതിർത്താണ് സംസാരിക്കുന്നത്. ഏറെക്കുറെ ഇറാനോട് അനുഭാവം പ്രകടിപ്പിച്ചാണ്. കാര്യം ഇറാൻ നിരപരാധിയാണ്, അവർ ആക്രമിച്ചിട്ടില്ല. അവരെ ഇങ്ങോട്ട് ആക്രമിച്ച സമയത്ത് പ്രത്യാക്രമണം നടക്കുകയോ പ്രതിരോധം ഉണ്ടാക്കുകയോ മാത്രമാണ് ഇറാൻ ചെയ്തത്. അപ്പോൾ അതിനിടയിൽ അറേബ്യൻ രംഗം അല്ലെങ്കിൽ അറേബ്യൻ ഭൂമിക കലുഷിതമാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. തീർച്ചയായിട്ടും ജൂത വിഭാഗങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. അവരുമായിട്ടുള്ള സഹകരണങ്ങൾ, ബന്ധങ്ങൾ, സഹായങ്ങൾ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതൊരു ചതിയിലേക്കാണ് പിന്നെ എത്തുക. ചരിത്രത്തിൽ അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ചതിയിലൂടെ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫാലസ്തീൻ്റെ ഭൂമികയിലാണ് നിലനിൽക്കുന്നത്. ഫാലസ്തീൻ്റെ ഭൂമികയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. ആ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് അവർ തന്നെയാണ്, വേറെ ആരെങ്കിലും നൽകിയതൊന്നുമല്ല. അങ്ങനെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിധം ഈ ക്രൂര സ്വഭാവ രീതികളും ചതികളുമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ രാജ്യം ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ദേശത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാൻ പറ്റാത്തതാണ്. അത്തരം പ്രവർത്തനത്തിൽ നിന്ന് മാറുകയാണ് അല്ലെങ്കിൽ മാറ്റുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും വലിയ രീതിയിൽ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളായിട്ട് വരും. മൊത്തത്തിലൊരു വൈകാരിക തലങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഉണ്ട്. ഗവൺമെൻറ് തലത്തിലുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ അത് അങ്ങനെ തന്നെ എല്ലാ സമയത്തും അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഭരണ സംവിധാനങ്ങളുടെ നിലപാടുകൾ 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന പൗരന്മാർ വളരെ കുറവാണ് എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എംബസി കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോലും സാധിക്കാതിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലും പ്രശ്നത്തിലുമാണ് നിലവിലെ സാഹചര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. ഇനിയും ഭീതിജനകമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. അഥവാ വല്ല കാരണവശാലോ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം അറേബ്യൻ രാജ്യങ്ങളിൽ പ്രത്യക്ഷമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു അക്രമം തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു അക്രമത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി തങ്ങൾ താല്പര്യപ്പെടുന്നു. അമേരിക്ക ഇനി വല്ല കാരണവശാലോ അവരുടെ വിവരക്കേട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ തീർച്ചയായിട്ടും
സമാനമായ രീതിയിലുള്ള തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവും. ആ മേഖലയിലാണ് അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ തങ്ങൾ അവരെ ഒഴിവാക്കി നിർത്തുകയൊന്നുമില്ല, അവരും യുദ്ധത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള പ്രയാസം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.